സിവിൽ സപ്ലൈ കോട്ടയിൽ കിട്ടേണ്ട ഗോതമ്പ് ഗവൺമെന്റ് അറിഞ്ഞ് തുറമുഖത്ത് നിന്ന് നേരിട്ട് നിങ്ങൾക്ക് കിട്ടണം. ഇത്രയല്ലേ വേണ്ടു? 1,00,000 രൂപ മന്ത്രിക്ക്, 10,000 രൂപ എനിക്ക്. അപ്പൊ നിങ്ങൾക്ക് 5 പോരെ? അതെന്താണ് കാവറൂട്ടി? 1 കിലോവേ നിങ്ങൾക്ക് 1 രൂപ ലാഭം കിട്ടും. 1 ചാക്ക്, 1 ലോഡ്, അങ്ങനെ എത്ര എത്ര. എന്താ കാര്യം കൂട്ടിയെ? പിന്നല്ലാണ്ട് അനക്ക് 10 10 കബൂലേ? കബൂല്. ഹലോ, ബാലേന്ദ്രാണോ? ഞാൻ ദിലീപ് കുമാർ. നിങ്ങൾ അവിടെ പോയി പറഞ്ഞാ മതി. ഹലോ, ബാലു ആണോ? ഞാൻ ദിലീപ്. പോയാലൊക്കെ നടന്നോ? ഇതാണ് ഞാൻ പറഞ്ഞത്. സംസർഗായേ ഗുണ ദോഷാഗുണ ഭവന്തേ. ആരോട് സംസർഗം പുലർത്തുന്നുവോ അപ്പോഴേ നമുക്കൊന്ന് കാണണമല്ലോ. കാര്യമുണ്ടെന്ന് വെച്ചോളൂ. എപ്പോഴാണ്? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ മന്ത്രിയായിട്ട് പെരുത്ത് ലോകത്തിലാ? എന്റെ കാവറൂട്ടി സാഹിബേ, 5ാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ നിന്ന് ചാടിയതാ. അവൻ രാഷ്ട്രീയം ജീവിതമാക്കി, ഞാൻ പിന്നെ എപ്പോ എവിടെയും കയറി ചെല്ലാം. ഇരിക്കണം. എന്താണ് മലക്കോണത്? മാലയിട്ടതല്ലേ ഉള്ളൂ. മനസ്സിലായില്ലല്ലോ. പിയെ പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ കാവറൂട്ടി. ഓ, റസീന ഫ്ലവർ മിൽസിന്റെ ധാരാളം കേട്ടിട്ടുണ്ട്. ഈ സിവിൽ സപ്ലൈന്റെ ഗോതമ്പിന്റെ ഇത്തവണത്തെ കോട്ട ഞമ്മക്ക് കിട്ടണം. നിങ്ങളാണല്ലോ അതിന്റെ മന്ത്രി, അതുകൊണ്ടാണ് നിങ്ങളടുത്ത് വന്നത്. അത് ഞാൻ... നിങ്ങളൊന്നും പറയണ്ട. ഇതെങ്ങടെ മേങ്ങി വെച്ചാളി. പണമാണോ? തന്നെ പൈസ തന്നെ. മിസ്റ്റർ കാറൂട്ടി, നിങ്ങളിലൂടെ ഞാൻ കാണുന്നത് ജനലക്ഷങ്ങളെയാണ്. നിങ്ങൾ ഗോതമ്പ് വാങ്ങുന്നു, പൊടിക്കുന്നു, അത് തിരിച്ച് ഗവൺമെന്റിന് തന്നെ കൊടുക്കുന്നു. ലക്ഷങ്ങൾ അത് ഭക്ഷിക്കുന്നു. നടക്കട്ടെ. കഷ്ടപ്പെടുന്ന ജനങ്ങളെ കൈപിടിച്ച് കരകയറ്റുക, അതിൽ നിന്നുണ്ടാകുന്ന ആത്മസംതൃപ്തി, അതാണ് എന്റെ ജീവിത ലക്ഷ്യം. മൈ മോട്ടി. ഹലോ, സിവിൽ സപ്ലൈസ് മിസ്റ്റർ രാമൻ ഉണ്ടോ? രാമൻ, ഞാൻ ബാലേന്ദ്രനാണ്. മിനിസ്റ്റർ തന്നെ. ഇപ്രാവശ്യത്തെ ഗോതമ്പിന്റെ സ്പെഷ്യൽ കോട്ട റസീന ഫ്ലവർ മിൽസിന് കൊടുത്തേക്കും. അല്ല, നമ്മളെ പാർട്ട്ണർ കരീം അവിടെ ഉണ്ടാവും. ഈ സാങ്ഷൻ അടിച്ച് ഓന്റെ കൊടുത്തിട്ട് നിങ്ങൾ ആളോട് ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയും. എന്താ മിസ്റ്റർ, ഞാൻ പറഞ്ഞാ പോരുന്നുണ്ടോ? അതല്ല, നിങ്ങളെപ്പോലുള്ള ആളന്മാര് അങ്ങോട്ട് വിളിച്ചു പറയും. നമ്മൾ അവിടെ ചെല്ലുമ്പോ ഓല പത്രാസ് കാണണം. അതാണ്. മിസ്റ്റർ രാമൻ, റസീനയുടെ പാർട്ണർ മിസ്റ്റർ കരീം അവിടെയുണ്ട്. സാങ്ഷൻ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കും. ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇലക്ഷനൊക്കെ ഭയങ്കര ചെലവാ. മുള വാങ്ങി പന്തലിട്ട് 4 മൈതാന പ്രസംഗം നടത്തുമ്പോ ചെലവാകുന്ന ലക്ഷങ്ങളല്ലേ. ഹലോ. ഓക്കെ രാമൻ. താങ്ക് യു. കാറൂട്ടി, സാങ്ഷൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത്, നമ്മൾ അവിടെ ചെന്നാണല്ലോ ബുദ്ധിമുട്ട് ഓർത്ത് പറഞ്ഞു പോയതാ. സാരമില്ല. അപ്പൊ നമ്മള് വരട്ടെ. വരട്ടെ. പിന്നെ മുള വാങ്ങിച്ചു.
ഐ ജി ദിവാനല്ലേ? യെസ് പ്ലീസ്. ഞാനാണ് ഭക്ഷ്യം ബാലേന്ദ്രൻ. ആ ദിപു, അവന് റസീന ഫ്ലവർ മില്ലുകാരനല്ലേ? ആ കാവറൂട്ടി കള്ള കഴിവറുടെ മോൻ, അവനെ ഒന്ന് പൊക്കണം. നാട്ടിൽ 4 പേര് കഞ്ഞി കുടിച്ചോട്ടെ എന്ന് കരുതി ഗോതമ്പ് സപ്ലൈ അവന് കൊടുത്തു. അവൻ എന്റെ നേരെ കൈക്കൂലം കിട്ടിയിരിക്കുന്നു. എന്റെ രാഷ്ട്രീയ ബോധം ധനശേഖരണമല്ല, ജനസേവനമാണ്. അവൻ എന്ത് വിചാരിച്ചു? കാശിന്റെ പുറത്ത് മറിയുന്നവരും 7ാം കൂലിയാണെന്നോ? നോ. ഹു ഈസ് ദിസ് ഫാദർ? ഐ വാണ്ട് ടു ക്യാച്ച് ഹിം. എന്താണ് വടിവെളിവിടെ നോക്കുന്നത്? ഗോ ഗോ ഗോ. താൻ എന്താണ് കിണിക്കുന്നത്? രാവിലെ കടസമിട്ട് ഇറങ്ങിയ പോലെ. കം ഓൺ, ഐ ഡോണ്ട് വാണ്ട് എനിബഡി ഹിയർ. കം ഓൺ, ഗോ. എവിടെ കാതറൂട്ടി? അകത്തുണ്ട്. ആരാടാ ഖാദർ? കാതർ ഞമ്മൾ തന്നെയാണ്, കാതറൂട്ടി. എന്താ വിശേഷം? താൻ മന്ത്രിക്ക് കൈക്കൂലി കിട്ടിയോ? അതിനിപ്പോ കാര്യം നടക്കാനായിക്കൊണ്ട് ഓന് കായല്ലാണ്ട് കഞ്ചാവ കൊടുക്കുക? ഓനെന്താ കായ് കൊടുത്താ മേടിക്കൂലേ? ഓൻ മേടിക്കും, അത് ഞമ്മക്ക് അറിയാ. എന്താ കരിമേ? പിന്നല്ലാണ്ട്. നീ എന്താടാ പറഞ്ഞേ? നമുക്ക് 4 പേരുടെ വെട്ടനെ കായ് കൊടുത്ത് കാണും. ഇങ്ങനെ എന്താ ഈ കാട്ടണ്? പോയത് ഞമ്മളല്ലാന്ന്, ആ അമുക്ക് ദിലീപാണ്. ഓന്റെ ഊരും പേരൊന്നും ഞമ്മക്ക് അറിഞ്ഞൂടാ. ഓൻ ഇവിടെ വരും, ഞമ്മള് നമ്മുടെ കാര്യം പറയും, കാര്യം സഹിക്കും, കായും മേടിക്കും, ഓൻ അങ്ങ് പോവും. എന്താ കരിമേ? പിന്നല്ലാണ്ട്. Hello. It's a pleasant surprise. Hello. I'm Inspector Prem. ഹലോ. മിസ്സസ് അനിയുടെ... അതെ, എന്റെ ഭർത്താവാണ് ദിലീപ്. സാറിന് കുടിക്കാൻ? നോ താങ്ക്സ്. വെയിറ്റർ ബിൽ. ഞങ്ങൾ ഇറങ്ങട്ടെ സാർ? ദിലീപ്, ദിലീപ്, ദിലീപ്.
ഭാര്യ, കുട്ടികൾ, കുടുംബം, ഇതൊന്നും എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ എന്തിനു കുട്ടികളെന്ന് വിചാരിച്ചു. തെറ്റുകൾ തേടി പോകുമ്പോൾ നമുക്ക് ആവശ്യമായത് പലതും നഷ്ടപ്പെടുകയല്ലേ? ഓരോ തെറ്റ് ചെയ്യുമ്പോഴും എനിക്ക് വേദനയുണ്ട്. ചെയ്യുന്നല്ലോ എന്നോർത്തല്ല, ചെയ്യേണ്ടി വരുന്നല്ലോ എന്നോർത്ത്. അപ്പോഴെല്ലാം സാഹചര്യങ്ങളെ പഴിചൊല്ലി സ്വയം ഞാൻ രക്ഷപ്പെടുകയായിരുന്നു. കൂട്ടത്തിൽ പാവം നീ, എന്റെ എല്ലാം നീയാ, സർവ്വതും. നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നിനോടും പ്രതികാരമില്ല. നമുക്ക് ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാം. എന്നെ നോക്കാൻ നീ, നിന്നെ നോക്കാൻ ഞാൻ, നമ്മൾ നോക്കാൻ നമ്മുടെ കുട്ടികൾ. എന്തേ? അതിന് ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചേ തീരൂ. സഹായത്തിന് കൈനീട്ടാൻ നമുക്കാവില്ല. നീട്ടിയ കൈക്ക് തൊഴിക്കുന്ന ലോകമാണ്. ഒരു കുട്ടി ഉണ്ടായാൽ അതിനെ വളർത്തണം, പഠിപ്പിക്കണം. അതിന് വേണ്ടുന്നതെല്ലാം നമ്മൾ ചെയ്യണം. റോഡരികളിലും കടത്തിണ്ണകളിലും ബസ് സ്റ്റോപ്പുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമുള്ള ചാരുബഞ്ചുകളിൽ രാത്രി ഉറങ്ങി ഞാൻ വളർന്നു. അവനത് പാടില്ല. ഓ, അതിന് കയ്യിൽ കുറെ പണം വേണം. ഇതുവരെ സമ്പാദിക്കുകയായിരുന്നില്ല, സഹായിക്കുകയായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരിക്കൽ കൂടി മാത്രം